പതിനൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജലോത്സവത്തിന്റെ ആ മഹാവേദിയിലാണ് നമ്മൾ ഉള്ളത്. ഈ ഉത്സവ വേദിയിൽ കണ്ടോ അത് ആഘോഷമാണ്. എടുത്തോ വീഡിയോ എടുത്തോ. എവിടുന്നാ? ബാംഗ്ലൂർ. ഫ്രം ബാംഗ്ലൂർ. നമുക്ക് ആദ്യം തന്നെ അതിഥികളെ കിട്ടിയേക്കണം. ഓക്കെ, how is water festival? I think it's awesome. This is the first time I came, especially for Onam. Okay, I think it's good. So you're coming Kerala for the first time? Yeah, Kerala for first time. So you just came for the Nehru Trophy boat race? For just we have a brand, Avantara. Okay. So just we participate in that. We are there. Yeah. Okay, right. You also from Bangalore? No, Malayali. മലയാളിയാണോ? ഓക്കെ, എവിടെന്നാണ്? കൊച്ചി. സമാധാനം മലയാളി കിട്ടി ആശ്വാസം. കൊച്ചിയിലാണ്. നമ്മള് റിലയൻസിന്റെ ഒരു ബ്രാൻഡിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഓക്കെ, റിലയൻസിന്റെ ബ്രാൻഡിംഗ് ആണ്. ഓക്കെ, നമ്മൾ സഹോദര സ്ഥാപനങ്ങളാ. അവന്ത്രയാണ്. ഓക്കെ, ഇറ്റ്സ് എ പ്രീമിയം ബ്രാൻഡ് ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ സാരീസ്. ഓക്കെ, ഇത് നമ്മുടെ ബ്രാൻഡിംഗ് ആണ്. ബ്രാൻഡിംഗ് ആണല്ലേ? ഓക്കെ, ജസ്റ്റ് ഒരു വെന്യൂ മാർക്കറ്റിംഗ് ഓക്കെ, റൈറ്റ്. സോ ഇവരെല്ലാരും മലയാളികളുണ്ട്? മറ്റുള്ളവര് എല്ലാ മലയാളികളാണ്? മുംബൈ. യു ആർ ഫ്രം മുംബൈ? Yeah, I'm from Mumbai. Okay, so how is our boat race? This is awesome. I like the passion of the people. But humidity is high, right? It's fine. The Mumbai people are used to it. okay. Mumbai people are used to it, and I like the passion of a year. And really, like, it's something different what we never see in a usual life. So I believe the people who are not traveling to Kerala should travel, visit here, and see this passion. It is really awesome, and you people are doing great job. Thank you. Okay, thank you so much. Thank you for joining us. Thank you so much. അതായത് നമ്മൾ ഈ ആവേശത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സരമാണല്ലോ. മത്സരം തുടങ്ങി കഴിയും 11 മണി. ഇപ്പൊ പറഞ്ഞ സമയമായി, ഉടനെ തുടങ്ങും. അതായത് ആദ്യം ഇരുട്ടുകുത്തി സി ഗ്രേഡ്, ഇരുട്ടുകുത്തി ബി ഗ്രേഡ്, ഇരുട്ടുകുത്തി എ ഗ്രേഡ്, ഈ മത്സരങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം നടക്കുക. അതിനുശേഷം വെപ്പ് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടക്കും. വെപ്പ് സി, വെപ്പ് എ, അങ്ങനെയാണ് നടക്കുക. 11 മണിക്ക് മത്സരം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഞങ്ങളിപ്പോൾ ഉള്ളത് റോസ് കോർണറിലാണ്. റോസ് കോർണർ എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റ്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇപ്പൊ ബോട്ട് കടന്നു പോകുന്നത്, അതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ നിന്നാൽ ഏറ്റവും ഭംഗിയായി തന്നെ മത്സരത്തിൽ ആര് ഫിനിഷ് ചെയ്തു എന്ന് കാണാൻ പറ്റുമെന്നതാണ്. അല്ല ചേട്ടാ, ഇവിടെ നിന്നല്ലേ കറക്റ്റ് വ്യൂ? ഇതാണ് കറക്റ്റ് അവസാനത്തെ കൊടി. ഇഞ്ച് കണക്കിന് തീരുമാനിക്കേണ്ട കാലിതാ. കഴിഞ്ഞ തവണ ഈ ഇഞ്ച് കണത്തിൽ പോയപ്പോ മനസ്സിലായിരുന്നോ? സെന്റിമീറ്റർ ഞങ്ങൾ ഇവിടെ ഇരുന്നേ. എന്നിട്ട് തുല്യമായിരുന്നു. അപ്പൊ ചേട്ടൻ അപ്പൊ കണ്ടപ്പോ ആര് ജയിച്ചു എന്നാ തോന്നിയേ? കാരിച്ചാൽ ജയിച്ചു എന്ന് തോന്നി. പള്ളാത്തുരുത്തി അല്ല, അവരായിരുന്നല്ലോ, പള്ളാത്തുരുത്തി PBC ആയിരുന്നല്ലോ. അവർ ജയിച്ചു കാണും. പക്ഷേ സെന്റിമീറ്ററിനെയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കാരിച്ചാലിന് കിട്ടും. ഇത്തവണ എന്തായിരിക്കും അത് പറയാൻ പറ്റില്ല. 12 വള്ളത്തിൽ ആരാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നാലും പിന്നെ ഏത് വള്ളത്തിന്റെ ഫാനാണ്? ഫാന് ഞാൻ തലവടിക്കാരനാ, തലവടിച്ചുണ്ടരാ. പക്ഷെ ഫാനില്ല. 12 വള്ളത്തിന്റെ ഫാനാ. 12 വലിയ ഫാനാണ്. കഴിവുകൊള്ളവൻ കാര്യക്കാരൻ. അതായത് ജലോത്സവത്തിന്റെ ഫാനാണല്ലേ? അതെ, അതാണ്. നെഹ്റു ട്രോഫിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഒരു ആവേശം കിട്ടുന്നത് മറ്റു വള്ളങ്ങളേക്കാൾ? നല്ല പ്രായത്തിലൊന്നും വള്ളംകളി കാണാൻ പറ്റിയിട്ടില്ല. അതെന്ത് പറ്റി? 15 വർഷം പട്ടാളത്തില്. പട്ടാളക്കാരനായിരുന്നോ? എവിടെയായിരുന്നു? കാശ്മീർ 15. 15 വർഷം സൗദിയില്. 30 പോയില്ലേ? അതിനാ ഇപ്പൊ വരുന്നത്. അടിപൊളി. എങ്ങനെ ഈ ഗൃഹാതുരത്വം എന്നുള്ള ഒരുപാട് സ്മരണകളുണ്ട് ഈ വള്ളംകളി. എന്താ പറയാമെന്നാണല്ലോ? എന്താ പറയാമെന്ന് മോളോട് ചോദിക്കാൻ ഏത് ചാനലാണ്? അതെ, ഒരേ ചാനല്, മീഡിയ, ന്യൂസ് 18 കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാണാൻ. ഇപ്പൊ തന്നെ മത്സരം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഗാലറി ഒക്കെ നിറഞ്ഞു അല്ലേ? ഞാൻ രാത്രി പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ സ്ഥിര സ്ഥലമാണ്. ഞങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഇരുന്ന് കാണുക. കാരണം നേരത്തെ എൽദോ പറഞ്ഞതാണ്. കാരണം ഒരു പക്ഷെ ഈ വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ഇവിടെ ഇരുന്നാലാണ് സത്യത്തിൽ ആരാണ് വിജയിക്കാന്ന് ആ ഏറ്റവും ആദ്യത്തെ പോയിന്റിൽ കാണാൻ ഭാഗ്യമുള്ളവരാണ് ഈ ഭാഗത്തിരിക്കുന്നത്. ഇത് അറിയാവുന്നവര് രാവിലെ തന്നെ വന്ന് ഇവിടെ സീറ്റ് പിടിക്കും. പാവം പിടിച്ച മനുഷ്യന്മാർ ഇത് അറിയാത്തവര് പക്ഷെ ഇങ്ങോട്ട് വരികയില്ല. അപ്പോ നമ്മൾ ഈ കാണുന്നത് പോലെ ഇവരൊക്കെ ആവേശ കമ്മിറ്റിയായി രാവിലെ തന്നെ എത്തിയവരാണ്. ഇപ്പൊ ഒരല്പം സമാധാനമുണ്ട്. ഇവിടെ നിൽക്കുമ്പോ ഒരു കാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയ ചൂടെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നല്ല പൊള്ളുന്ന ചൂടാണ്. പക്ഷെ ഈ ചൂടൊന്നും ഒന്നും അല്ലാന്ന് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോ അറിയും. ആവേശ ചൂട്, മത്സര ചൂട് കൂടുമ്പോ ഞാൻ ഇടയ്ക്കത് പൊങ്ങിയതാ. ഇവിടെ ഒരു ഓള ടീമിനെ കണ്ടു. ഈ കുറച്ച് പേര് ഇവിടെ കുറെ നാളെ ബഹളം വെച്ചോണ്ടിരിക്കുന്നു. എന്റെ ബഹളം ഒന്നും ചോദിക്കാൻ വേണ്ടിട്ടാ. ക്യാമറ കൂടെ ചാടരുത്, പയ്യെ ചാടണം കേട്ടോ. ഓക്കെ, അപ്പളേ എവിടെന്നാ അവനെ ചേട്ടൻ നല്ല പാട്ട് താഴെ കേട്ടോണ്ട് വരുമായിരുന്നു. ഊശിനോടെ പാടുന്നുണ്ട്. കുഞ്ഞ് 65 വയസ്സായി. ആർക്ക്? എനിക്ക്. ഞാൻ വിചാരിച്ചു എനിക്കാന്ന്. ചുണ്ടമ്പള്ളം ഓടിവള്ളം പോലെ ചുണ്ടമ്പള്ളം വരെ തുടങ്ങിട്ടിരുന്നവരാ. ആണോ?
ആവേശം കൊണ്ട് വന്ന് കുത്തിരിക്കുക. ആണോ? ഏത് ടീമിലെ ഏത് വള്ളത്തിൽ? ഞങ്ങളുടെ ഏതിന്? കോച്ചിക്കാരനാ. എത്ര വർഷം? 15 വർഷം. 15 വർഷം തുഴഞ്ഞോ? ചുണ്ടമ്പള്ളം. 22, 24, 25, 26, 24, 25. ഓക്കെ. എന്നിട്ട് ട്രോഫി അടിക്കാൻ പറ്റിയിട്ടുണ്ടോ? 4 തവണ കിട്ടിയിട്ടുണ്ട്. 4 തവണ അടിച്ചാ? പോളി. കഴിവ് കാണിച്ചിട്ടുണ്ട്. ഇല്ല ശരി ശരി. അല്ല എങ്ങനെയായിരുന്നു? ഏത് തുഴ ഏതായിരുന്നു പൊസിഷൻ? ചുരുട്ടിക്കുത്തോട്ടുണ്ട്, പിന്നെ ഒറ്റത്തോടെ ഒറ്റത്തോടെ ഇരുന്നുണ്ടോ? ഒറ്റത്തോടേക്ക് ഇരുന്നിട്ടുണ്ട്, ചുട്ടിക്കുത്തിന് ഇരുന്നിട്ടുണ്ട്, വെടുത്തടിക്ക് പുറകെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ പുലിയാണ്. അതെ, ചാണ്ടി സാറേ അവിടെ ഒരു വായ്പാടം വെള്ളം എടുത്ത് തുഴയിച്ചില്ല. ആ കാലഘട്ടത്തിൽ ആ കളി കണ്ടാണ്. 2001 കപ്പെടുക്കുമ്പോ തുഴച്ചിക്കാരനാണ്. അപ്പൊ നെഹ്റു ട്രോഫി പോയ കൈയാണിത്. കൈ തന്നെ 12 വർഷം. ഇതാണ് ആണല്ലേ? ഓക്കെ. ഏത് ട്രാക്കിന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്? ഏത് ട്രാക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടോ? നല്ല ട്രാക്കോ? ഞാൻ പറഞ്ഞു, 1ാം ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചില വെള്ളപ്പെടുത്തം വരും. അത് ഊരി പോരണം. 2ാം ട്രാക്ക് 1ാം ട്രാക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഊരി പോകും. 4ാം ട്രാക്ക് അയവുണ്ടാവും. 4ാം ട്രാക്കാണ് അപ്പൊ പൊളി അല്ലെ? ഓ ശരി. അപ്പൊ നമുക്ക് ഒരു പാട്ട് പിടിച്ചാലോ? ഏതാ? വഞ്ചിപ്പാട്ടാണോ, നാടൻ പാട്ടാണോ, ഇനി വേറെ എന്തെങ്കിലും വയൽപ്പാട്ടാണോ? ഏതാ പിടിക്കുക? ഏത് റെഡിയാണല്ലേ? ഓക്കെ, നമ്മൾ തുടങ്ങിയാണ്. ഇവിടെ ഗാനമഞ്ജരി. കേട്ടുപാടോ? പിന്നെ പാടുമെന്നോ? അക്കരക്കന്നിറക്ക